വളരെ കുറച്ച് സമയമുള്ളൂ. അതുകൊണ്ട് എല്ലാവരും കേട്ട കഥകളാണ് അതൊക്കെ തന്നെ. എന്നാലും അത് പ്രതിപദം മധുരമാണ്. എത്ര ആനന്ദം അത് നമുക്ക് തരികയെന്നറിയില്ല. ഭഗവാൻ ആരാണോ ചോദിക്കുമ്പോൾ മേൽപ്പത്തൂർ പറയില്ലേ, ത്രൈലോക്യ മഹീയസോപി മഹിതം സമ്മോഹനം മോഹനാൽ കാന്തം കാന്തി നിധാനതോപി മധുരം മാധുര്യതുര്യാദപി അല്ലേ. എല്ലാത്തിൻ്റെ അങ്ങേയറ്റത്താണ് ഗുരുവായൂരപ്പൻ നിൽക്കുന്നത്. എല്ലാവർക്കും അറിയണ കഥയാണ്. 2 ചെറിയ കഥകൾ മാത്രമേ ഞാൻ ഇവിടെ പറയുള്ളൂ. ഒന്ന് ഗുരുവായൂരൻ നെന്മേനി ഉണ്ണിയുടെ കഥ. ഗുരുവായൂരപ്പൻ്റെ നടക്ക് കേൾക്കുമ്പോൾ ആ മാഹാത്മ്യം പറയാണ്ട് വയ്യല്ലോ. എല്ലാവർക്കും അറിയണ കഥയാണ്, എന്നാലും പറയാം. അച്ഛൻ മകനെ പൂജ ഏൽപ്പിച്ചിട്ട് ഒരു ദിവസം ശ്രാദ്ധകർമ്മത്തിന് പോയി. ഉണ്ണിയോട് ചോദിച്ചു, ഉണ്ണി അച്ഛൻ പഠിപ്പിച്ചെന്ന പൂജയൊക്കെ ഓർമ്മയില്ലേ? അച്ഛാ, നേദ്യച്ചാൽ ഭഗവാന് ഭക്ഷണം കൊടുക്കലെന്നെയല്ലേ? അല്ലാന്ന് ഏതെങ്കിലും താന്ത്രികന് പറയാൻ പറ്റുമോ? അതേ പറഞ്ഞു. ഈ മന്ത്രങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും ഉണ്ണിക്കെന്നാ വിചാരിച്ചേ. ഉണ്ണിക്ക് നിഷ്കളങ്കമായ ഭക്തിയാണ്. ശ്രീകോവിൽ തുറന്ന് സാക്ഷാൽ പൊന്നു ഗുരുവായൂരപ്പൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ആ ഉണ്ണി പ്രാർത്ഥിക്കുക, കണ്ണാ ഇന്ന് അച്ഛനല്ല കേട്ടോ, ഉണ്ണിയുടെ വക പൂജയാണ് എന്ന് പറഞ്ഞ് ഭഗവാന് വേണ്ട ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കൊണ്ടുവച്ച് കണ്ണനോട് പറഞ്ഞു, കണ്ണാ വരൂ, ഊണ് കഴിക്കൂ, ദാ അങ്ങക്ക് വേണ്ടി എല്ലാം കൊണ്ടുവന്നുണ്ട്, കണ്ണാ ഉണ്ണു ഉണ്ണു. എത്ര പറഞ്ഞിട്ടും കണ്ണനെ കാണണില്ല. സങ്കടം സഹിക്കാൻ വയ്യാണ്ടായി. എന്താ കൃഷ്ണ വരാത്തെ? ഉണ്ണി എത്രയായി വിളിക്കണു കണ്ണ? ഉപ്പുമാങ്ങയും ഉറതൈരുമുണ്ടല്ലോ, കൈപ്പയ്ക്ക കൊണ്ടാട്ടം വേണോ കൃഷ്ണ? നീ എന്തൊക്കെ കൂട്ടി ഉണ്ടെന്ന് എനിക്കറിയില്ലല്ലോ. അച്ഛനല്ലേ നിനക്ക് ഊണ് തരണേ. ഇനി ഉറതൈര് വേണോ, കപ്പയ്ക്ക കൊണ്ടാട്ടം വേണോ, ഉപ്പുമാങ്ങ വേണോ? ഒന്ന് പറയുമോ കണ്ണാ? വിളിച്ചിട്ടും കണ്ണൻ അവിടേക്ക് വരണില്ല. ഉണ്ണി അവസാനം പൊട്ടിക്കരഞ്ഞു തുടങ്ങി. എന്താ കണ്ണാ നീ വരാത്തെ? അച്ഛൻ വന്നാൽ എന്നെ തല്ലുമറിഞ്ഞാലും അച്യുതൻ ഊണു കഴിച്ചില്ലെങ്കിൽ. അച്ഛൻ വന്നാലേ ഉണ്ണിക്ക് ഭഗവാന് ചോറ് കൊടുക്കാൻ പറ്റിയില്ല അല്ലേ എന്ന് പറഞ്ഞ് അടിച്ചാൽ അടി കൊള്ളേണ്ടി വരും കണ്ണാ. ആ അടി പോലും എനിക്ക് സങ്കടമല്ല. എൻ്റെ കണ്ണൻ ഉണ്ടില്ല എന്ന് വന്നാൽ ഇതിലേറെ സങ്കടമായിട്ട് ഉണ്ണിക്ക് എന്താ ഉള്ളേ? എൻ്റെ കണ്ണാ എന്ന് പറഞ്ഞ് ആ തൃക്കാലക്കിലേക്ക് വീണ് ഉറക്കൊറക്കൊറക്കെ കരയാൻ തുടങ്ങി. ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. കണ്ണാ 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 എന്ന് വിളിക്കാൻ ശബ്ദം പോലും വരാണ്ടായി. ആ 2 കാലും കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോൾ മേൽപ്പത്തൂർ നാരായണീയത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, മഞ്ജീരം മഞ്ജുനാഥൈവ പദഭജനം ശ്രേയ. ഈ ലോകത്ത് ശ്രേയസ്സിന് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, അത് ഈ കണ്ണൻ്റെ തൃപാദാരവിന്ദങ്ങളെ പിടിക്കലാണ്. വേറെ ഒന്നുമില്ല ലോകത്ത് മാർഗം. ആ പാദങ്ങളെ പിടിച്ചോളൂ. ആചാര്യായ ഭഗവത്പാദർ പറയണു, ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഇങ്ങനെ എല്ലാവരും കണ്ണാ 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 എന്ന് പറഞ്ഞ് ആ കണ്ണൻ്റെ തൃപാദങ്ങളെ പിടിച്ചുകൊണ്ടാണോ എന്നറിയില്ല. നാരായണീയത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, യോഗീന്ദ്രാണാം ത്വദംഗേഷു അധികസു മധുരം മുക്തിഭാജാം നിവാസോ. ഏറ്റവും കൂടുതൽ മധുരം ഈ കാലിലാണത്രേ. അധരം മധുരം വദനം മധുരം മധുരാധിപതേരഖിലം മധുരം. അവിടെ തന്നെ മാധുര്യം കൂടുതലുള്ളത് കാലിനാണത്രേ. യോഗീന്ദ്രാണാം ത്വദംഗേഷു അധികസു മധുരം മുക്തിഭാജാം നിവാസോ. മുക്തിഭാഗ്യകളുടെ മോക്ഷം അന്വേഷിച്ച് നടക്കുന്നവരുടെ ആശ്രയസ്ഥാനം മുക്തിഭാജം നിവാസോ. ഭക്താനാം കാമവർഷദ്യുതരുകിസലയം. ഭക്തന്മാരുടെ സർവ്വ ആഗ്രഹങ്ങളെയും സാധിച്ചു കൊടുക്കുന്ന കൽപ്പതരു ഈ പൊന്നുണ്ണിക്കണ്ണൻ്റെ പദാരവിന്ദങ്ങളാണ് അല്ലേ. ഭക്താനാം കാമവർഷദ്യുതരുകിസലയം. എവിടെയാ സ്ഥലം? നാഥ തേ പാദമൂലം. അല്ലേ കണ്ണാ, അവിടുത്തെ ഈ പാദങ്ങൾ തന്നെയാണ്. ആ പാദങ്ങളെയാണ് കെട്ടിപ്പിടിച്ച് ഉണ്ണി കരയണത്. കണ്ണാ ഊണ് കഴിക്കില്ലേ ചോദിച്ചപ്പോൾ ഉറക്കെ പൊട്ടിക്കരഞ്ഞപ്പോ ദാ ഉണ്ണീന്ന് വിളിക്കുക. അങ്ങോട്ട് നോക്കുമ്പോൾ എന്തൊരു സൗന്ദര്യം, എന്തൊരു 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 വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല. 1000 നാവുള്ള അനേകായിരം അനന്തന്മാര് അഹോരാത്രം യുഗയുഗാന്തരങ്ങൾ പറഞ്ഞാൽ തീരാത്ത സൗന്ദര്യത്തിൻ്റെ ധാമം ആ പൊന്നുണ്ണിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. മിന്നും പൊന്നിൻ കിരീടം തരിവള കടകം കാഞ്ചി പൂഞ്ചേലമാല. ആ ഭഗവാനെ കണ്ടപ്പോൾ ഊണ് കഴിക്കൂ പറഞ്ഞ ചോറിങ്ങനെ ഉരുളിങ്ങനെ ഉരുട്ടിയിട്ട് ആ ഉണ്ണിക്കണ്ണൻ്റെ വായിലേക്ക് കൊടുക്കുമ്പോൾ
ആ മടിയിൽ കയറിയിരുന്ന് കഴിക്കണോ, തോളത്ത് കൈയിട്ട് കഴിക്കണോ, പാവയ്ക്ക് ഉപ്പേരി കൊണ്ടുവന്നുണ്ടോ, കൈപ്പയ്ക്ക കൊണ്ടാട്ടം ഉണ്ട്, ഇങ്ങോട്ട് തരൂ എന്ന് പറഞ്ഞ് അതിൻ്റെ ആ ഓട്ടയും തുളച്ച് ഓരോ വിരലും ഇങ്ങനെ ഇട്ടുണ്ട് അതിങ്ങനെ കടിച്ചു തിന്നുകൊണ്ട് ഉണ്ണിയുടെ മുമ്പിലിരുന്ന് ഭക്ഷണം കഴിച്ചു. അച്ഛൻ്റെ ആ പൂജ കഴിഞ്ഞ് ശ്രാദ്ധകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രി വന്നു. ചോദിച്ചു, ഉണ്ണിയുടെ പൂജയൊക്കെ കേമായോ എന്ന് കഴകക്കാരോട്. അപ്പം കഴകക്കാർ പറഞ്ഞു, ഗംഭീരമായി പൂജ. പാത്രത്തിലുള്ള ചോറ് മുഴുവൻ അകത്തിരുന്നുണ്ടിട്ട് പാരാതെ പാത്രം പുറത്തുമിട്ടാൽ, ആ പാത്രം എടുത്തതാ മുറ്റത്തേക്ക് ഇട്ടേക്കണു, ഇവിടെ ഇറയത്തേക്ക് ഇട്ടേക്കണു. ആരാ ഇത് കഴുകി വെക്കുകയെന്നാ. അച്ഛന് സഹിച്ചില്ല, വടിയൻ എടുത്തു. ഇങ്ങനെയാണല്ലേ പൂജ. ആ ഉണ്ണിയൻ അടിക്കാനായിട്ട് അകത്തിരുന്ന് ഊണ് കഴിച്ചു. ഉണ്ണിയില്ലേ, അച്ഛാ ഞാനല്ല ഉണ്ടത്, നമ്മുടെ കണ്ണനാണ് ഉണ്ടത്, കണ്ണന് ഞാനല്ലേ വായിൽ കൊടുത്തത് എന്നാ. അപ്പം അച്ഛൻ പറഞ്ഞു, അങ്ങനെ കൊടുക്കാനൊന്നും പറ്റില്ല. തന്ത്രവും മന്ത്രവും ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും നിഷ്കളങ്കമായ ഭക്തി എന്താണെന്ന് അദ്ദേഹത്തിന് പോലും അറിയണില്ല. ആ ഉണ്ണി അടിക്കാൻ വടിയൻ എടുത്തപ്പോൾ ശ്രീലകത്തുനിന്ന് കേട്ടു, ഉണ്ണിയെ തല്ലണ്ട, ഉണ്ടത് ഞാനാണ് ഉണ്ടത് എന്നാ. അച്ഛൻ ആ വടി വലിച്ചെറിഞ്ഞുകൊണ്ട് ശ്രീകോവിലിൻ്റെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരഞ്ഞപ്പോൾ സ്വപ്നത്തിൽ പോലും കണ്ണാ എനിക്ക് അവിടത്തേക്ക് ഒരു ഉരുള തരാനായില്ലല്ലോ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഉണ്ണിയെ തല്ലണ്ട, ഉണ്ടത് ഞാൻ. താൻ പഠിച്ച തന്ത്രങ്ങൾക്കോ മന്ത്രങ്ങൾക്കോ പൂജാവിധികൾക്കോ ഒന്നുമല്ല, നിഷ്കളങ്കമായ ഭക്തി. അത് തന്നെയാണ് കണ്ണൻ, അതാണ് കണ്ണൻ. അപ്പോൾ ഈ കണ്ണൻ ആരാച്ച സകല കുറുമ്പിൻ്റെ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഒരു ചോദ്യം, അങ്ങനെയുള്ളൊരു യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഒരു വൈസ് ചാൻസലർ ഉണ്ടാവില്ലേ? അതല്ലേ അതിലും കേമുണ്ട്. അങ്ങനെ ഒരാളുണ്ട്. ആരാന്നറിയോ? സാക്ഷാൽ രാധാറാണി. കണ്ണൻ്റെ ഓടക്കുഴൽ വിളിയുടെ ബഹളം അവിടെ മുഴുവൻ നിറഞ്ഞപ്പോൾ ഗോപികമാരെല്ലാം മറന്നു. അവരെല്ലാം മറന്നുകൊണ്ട് കണ്ണാ കണ്ണാന്ന് വിളിക്കാൻ തുടങ്ങിയപ്പോൾ ചില അമ്മമാർ പറയും, ഇത് അടി കൊള്ളണ സൂക്കേടാട്ടുക, അരി അടുപ്പത്ത് തിളച്ചു പോകണോ, നിങ്ങൾ കാണണില്ലേ? കണ്ണൻ്റെ ഓടക്കുഴൽ വിളി കേട്ടുകൊണ്ടിരിക്കുകയാണോ? പശുവിനെ കറക്കണവർ കറന്ന് പാത്രം നിറഞ്ഞ് ആ തൊഴുത്ത് മുഴുവൻ പാലായി. ഇതിന് പരിഹാരം വേണ്ടേ? അവർ പറഞ്ഞു, കണ്ണൻ്റെ ഓടക്കുഴൽ വിളി നിർത്തണം. അതിനെന്താ മാർഗം? ആർക്കാ പറ്റുക? ലോകത്താർക്കും പറ്റില്ല. ഇപ്പൊ രാധ പറഞ്ഞു, ഞാൻ രഹിതരാ. കണ്ണൻ്റെ അടുത്തേക്ക് ചെന്നു. കണ്ണന് സന്തോഷമായി. ആ ഇത് ആരാ? രാധക്കുട്ടിയോ? എന്തേ രാധക്കുട്ടി വന്നേ ചോദിച്ചു. അല്ല വേറൊന്നുമല്ല, എനിക്ക് ഓടക്കുഴൽ പഠിച്ചാൽ കൊള്ളാന്ന് വലിയ മോഹമുണ്ട്, പഠിപ്പിച്ചു തരൂ കണ്ണ. ഓ അതിനെന്താ, വന്നോളൂ. അവിടെ വന്നിരുന്നു. പിറ്റേ ദിവസം ആ ഓടക്കുഴൽ അടിച്ചു മാറ്റാന്നാ വിചാരിച്ചേക്കണേ. ഇന്നേക്ക് 10 ദിവസത്തിനുള്ളിൽ അത് മോഷ്ടിക്കുന്ന. പിറ്റേ ദിവസം അവിടെ ചെന്നപ്പോൾ കണ്ണൻ്റെ മുമ്പിൽ നിന്ന് പാട്ട് പാടിക്കൊടുക്കണു. സരേ ഗമ പദ നീ പാടിക്കൊടുക്കുക. കണ്ണ ഓടക്കൊള്ളൊക്കെ തരാം, ആദ്യം പാട്ട് പഠിക്കുന്ന. 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, 10ാം ദിവസമായി. രാധയ്ക്ക് ഉറപ്പായി ഈ ഓടക്കൊള്ളിൽ തനിക്ക് കിട്ടാൻ പോണേ ഇല്ല. എന്ത് ചെയ്തു എന്നല്ലേ? 10ാം ദിവസം കരഞ്ഞു കലങ്ങിയ കണ്ണോടുകൂടി കണ്ണൻ്റെ മുമ്പിലേക്ക് ആ രാധക്കുട്ടി വരുമ്പോൾ, രാധാറാണി വരുമ്പോൾ എന്താണ്ടായേ? കണ്ണൻ പറഞ്ഞു, ദേ ഇരിക്കണു ഓടക്കുഴലെടുത്ത് വായിച്ചോളൂ, ഞാൻ ദാ വരണു പറഞ്ഞു. അത് കേട്ടോടുകൂടി രാധ ആ ഓടക്കുഴലും കൊണ്ട് ഒരൊറ്റ ഓട്ടാ ഓടുന്ന. കണ്ണൻ പറഞ്ഞു, രാധേ ഓടക്കുഴൽ തരൂ, ഓടുക. നമ്മളെല്ലാവരും കേട്ടൊരു കഥയുണ്ട്. എന്താ അത്? കണ്ണൻ ഗോപികമാരുടെ വസ്ത്രാപഹരണം നടത്തി അല്ലേ? വൃന്ദാവനത്തിൽ ചെന്ന അവർ പറയും, കണ്ണൻ്റെ വസ്ത്രാപഹരണം നടത്തിയ കഥയുണ്ട്, കേട്ടിട്ടുണ്ടോന്ന് അല്ലേ? അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്തായി? രാധയുടെ പിന്നാലെ ഓടുക കണ്ണൻ. യമുനയുടെ തീരത്ത് അങ്ങാപ്പുറത്തേക്ക് ഓടി എത്തിക്കഴിഞ്ഞു കണ്ണൻ. രാധാറാണി കണ്ണൻ പറഞ്ഞു, രാധേ ആ ഓടക്കുഴൽ തരുമോ? നീന്തി വരൂ, എന്നാ തരാം. പാവം കണ്ണൻ തൻ്റെ വസ്ത്രമൊക്കെ അഴിച്ചു വെച്ച് ആ പുഴയിൽ കൂടെ നീന്തുമ്പോൾ രാധാറാണി തിരിച്ചോടി ഇവിടെ എത്തി. ഭഗവാന്റെ വസ്ത്രം മുഴുവൻ എടുത്ത് ആലിൻ്റെ മുകളിൽ കെട്ടിവെച്ചു. ഏത് ആലിൻ്റെ മുകളിലാണോ ഗോപികമാരുടെ വസ്ത്രം കെട്ടിവെച്ചത്, അതേ ആലിൻ്റെ മുകളിൽ അത് കെട്ടിവെച്ചു. ഓടക്കൊള്ളു വായിച്ചു. കണ്ണാ തരുമോ, രാധയെ വസ്ത്രം തരുമോ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, നിന്റെ അത്രയും ക്രൂരനല്ല ഞാൻ, എന്നാലും പണിഷ്മെന്റ് തരാണ്ടിരിക്കാൻ കയറി വരൂ കണ്ണാ. അപ്പൊ പുഴയിൽ നിന്ന് നീന്തി കയറി വരും. രാധയെ ഞാൻ എങ്ങനെയാ കയറി വരിക? എൻ്റെ വസ്ത്രം മുഴുവൻ നിന്റെ കയ്യിലല്ലേ? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുറച്ച് ഗോപികമാര് കണ്ണാ ആ വസ്ത്രം തരുമോ ചോദിച്ചില്ലേ? അപ്പൊ നീ എന്താ പറഞ്ഞേ? 2 കൈ ഉയർത്തിപ്പിടിച്ചു, ഓം കൃഷ്ണായ നമ, ഗോവിന്ദായ നമ, ഗോപീജനവല്ലഭായ നമ, ഓം പരായ നമ എന്ന് പറഞ്ഞ് കയറി വരാനല്ലേ പറഞ്ഞേ? ഞാൻ പറഞ്ഞു തരാം മന്ത്രം. ഓം ശ്രീ രാധ രാധിക കൃഷ്ണവല്ലഭ കൃഷ്ണസംയുധ വൃന്ദാവനേശ്വരി കൃഷ്ണപ്രിയ മദനമോഹിനി. തൊഴുതുകൊണ്ട് നിന്നപ്പോൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, ഈ വസ്ത്രം നീ അണിഞ്ഞോളാം. രാധയുടെ വസ്ത്രം മുഴുവൻ കൊടുത്തു. കണ്ണൻ രാധയുടെ വസ്ത്രം എടുത്തുകൊണ്ട് തൻ്റെ വേറെ വസ്ത്രം എടുക്കാൻ വേണ്ടി അതിക്കൂടെ തെരുവീതികളിൽ ഓടി. രാധാറാണി കണ്ണൻ്റെ വസ്ത്രം അണിഞ്ഞ് ഓടക്കുഴൽ വായിച്ചുകൊണ്ട് അവിടെ നിൽക്കണം.
അത് കണ്ടുകൊണ്ട് ഗോപികമാർ ഓടി വന്നു. അവർ വിചാരിച്ചത് ഇത് സാക്ഷാൽ കണ്ണനാണെന്നാ. ഓടക്കുഴലുകളി കേട്ടു, മനോഹരമായി മുടിയൊക്കെ കാണാണ്ട് അവർ പുറകിലൂടെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ആ ചെവിയിൽ പറഞ്ഞു, ഇന്നേ രാധാറാണി കണ്ണൻ്റെ ഓടക്കുഴൽ മോഷ്ടിക്കുന്നു പറഞ്ഞ ദിവസം പറ്റിയില്ലല്ലോ പറഞ്ഞു. അപ്പോൾ ഓടക്കുഴൽ വിളിച്ചുകൊണ്ട് രാധാറാണി തിരിഞ്ഞിട്ട് പറഞ്ഞു, അങ്ങനെ സാധിക്കാതിരിക്കണമെങ്കിൽ ഞാൻ രാധാറാണി അല്ലാതിരിക്കണം എന്ന്. അങ്ങനെ കുറുമ്പിൻ്റെ യൂണിവേഴ്സിറ്റിയാണ് കണ്ണനെങ്കിൽ അവിടുത്തെ വൈസ് ചാൻസലറാണ് ആ രാധാറാണി. നിഷ്കളങ്കമായ ഗോപികമാർ പോലെ ഭക്തി ഉണ്ടാവാൻ നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. നാരദൻ ഭക്തിസൂത്രത്തിൽ എഴുതി വെച്ചത് യഥാ വ്രജഗോപികാനാം എന്നാണ്.